രാമായണവും ചേട്ടൻ ഭംഗിയായിട്ട് വായിച്ചു തീർത്ത ആളാന്ന് എനിക്കറിയാം. വാൽമീകി രാമായണം ഞാൻ വായിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണം വായിച്ചിട്ടുണ്ട്. ഈ രാമായണത്തില് ശരിക്കും ശ്രീരാമനെയാണോ ഹനുമാനെയാണോ ചേട്ടന് ഒരു 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 തൂക്കം അധികം നൽകുക എടുക്കാം? ഹനുമാനാണ്. കാരണം ഹനുമാൻ ചതിയൊന്നും ഇവിടെ പ്രയോഗിക്കുന്നില്ല. ശ്രീരാമൻ ഒരുപാട് ചതി ഉപയോഗിക്കുന്നുണ്ട്. ചതി പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യനോട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ചതി തന്നെയാണ് ചെയ്തത്. ശ്രീരാമൻ സ്വന്തം അച്ഛനോട് വരെ കളവ് പറയുന്നുണ്ട്. ഹനുമാൻ കളവൊന്നും പറയുന്നില്ല. അച്ഛൻ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ പിന്നിന്ന് വിളിച്ചപ്പം തിരിഞ്ഞു നോക്കാതെ അച്ഛൻ്റെ തേരാളിയാണ് ഇയാൾ തേര് വിളിക്കുന്നത്. അപ്പോൾ അയാള് രാജാവ് വിളിക്കുന്നുണ്ട് നിർത്തട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി എന്നാ, വിട്ടുവിടുന്നു. ഈ കേട്ടില്ല, അതുകൊണ്ടാണ് നിർത്താഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഇയാൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലല്ലോ. ചെല്ലുന്ന സമയത്ത് ചോദിച്ചാൽ ഞാൻ കേട്ടില്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. കളവ് പറഞ്ഞു വെക്കുക. പിന്നെ അതേമാതിരി ഒരുപാട് കളവുകൾ ശ്രീരാമൻ ചെയ്യുന്നതായിട്ട് പല ഭാഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ ചതി ചെയ്യുന്നത് ഭാര്യനോടാണ്. ഭാര്യ കാട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഭാര്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ലക്ഷ്മണന്റെ അടുത്ത് കൊടുത്തേക്കുന്ന സമയത്ത് ഭാര്യനോട് പറയില്ല. ഭാര്യ ടൂർ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് സന്തോഷത്തോടെ പോവുക. ആ സമയത്ത് ലക്ഷ്മണൻ കരയുന്നുണ്ട്. അന്നേരം സീത ചോദിക്കുക ലക്ഷ്മണൻ, എന്തിനാ കരയുന്നു? നമ്മൾ കാട്ടിലേക്ക് ടൂറ് പോവല്ലേ, കാരണം വെച്ചാൽ പണ്ട് കണ്ട സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പോവല്ലേ, പിന്നെ ഈ എന്തിനാ കരയുന്നു? കാരണം വെച്ചാൽ സീതയ്ക്ക് അറിയില്ല സീതേനെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോകുന്നത്. കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ പോവാണല്ലേ, കാട്ടിൽ വെറുതെ ഉപേക്ഷിക്കലല്ല, കാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വെട്ടണം എന്നാ പറഞ്ഞത്. എന്നിട്ട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നും കളഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നും കളഞ്ഞിട്ട് ഒരു ഊന്തിനെ കൊന്നിട്ട് ചോര വാളിന്റെ മുകളിൽ തേച്ചിനായി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെയുള്ള പുരോഹിതൻ പറയണ അത് മനുഷ്യന്റെ ചോരയല്ല. എന്നിട്ട് വീണ്ടും ലക്ഷ്മണൻ കാട്ടിലേക്ക് തന്നെ പോവുക. വീണ്ടും കാട്ടിൽ തന്നെ പോയി കഴിഞ്ഞിട്ട് അവസാനം സീതേനോട് പറയണം സംഭവം, നിങ്ങളെ വിരലിന്റെ മുകളിൽ നിന്ന് കുറച്ച് രക്തം എനിക്ക് തരണം. എന്നിട്ട് വിരല് മുറിന്റെ മുകളിൽ മുറി ഉണ്ടാക്കിയിട്ട് ആ രക്തം വാഴുമ്പ് പെരട്ടി കൊടുക്കുക. അത് പെരട്ടിയിട്ട് അതായിട്ടാ വീണ്ടും വരുന്നു. അപ്പോഴും പറയുന്നത് അത് മനുഷ്യന്റെ രക്തം തന്നെയാണ്. പക്ഷെ വാൽമീകി ആശ്രമത്തിന്റെ പരിസരത്ത് കൊണ്ട്